ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം. എന്തെങ്കിലും ചെയ്യണേടി, എനിക്കൊരു ഐഡിയ വരുന്നില്ലല്ലോ. എടാ ആദ്യമായിട്ട് ഓഫീസിൽ വന്നിട്ട് 2ന്റെ അന്ന് ലീവ് എടുത്ത് പോയിട്ട് അവൻ ഇന്നാണോ തിരിച്ചു വരുന്നേ? അന്ന് അവൻ ഒന്നും അറിയാത്ത പൂച്ചക്കുഞ്ഞിനെ പോലെ ആയിരുന്നില്ലേ? അതെ. അപ്പൊ ഇനി അവന് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്താലേ പറ്റൂ. ശരിയാ. സോ ടൈം ഉണ്ട്, പണിയാം. പണിയണോ? പണി ജിജോ അല്ല, എന്തൊരു മൈൻഡില്ലാതെ പോകുന്ന ഈ ഓഫീസ് അകത്തിരിക്കുന്ന ആലീസിന്റെ അപ്പൻ്റെ അല്ലേ? ഞാൻ അവളെ മൈൻഡ് ചെയ്തോളാം. അവനിപ്പോ നമ്മുടെ അപ്പനെയല്ലേ വിളിച്ചിട്ട് പോയത്? എടാ മണ്ട, ഒന്നെടുത്ത് കൊറേ നേരമായി നിന്റെ കരച്ചില്. നീയല്ലേ പറഞ്ഞ അവൻ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് തേങ്ങ വാങ്ങാന്നൊക്കെ. ഇതിപ്പോ എന്താ പോയതണ്ടില്ലേ? ഉണ്ട്, അവന്റെ നടപ്പിലും ബോധത്തിലും ഒക്കെ ഉണ്ട്. എടി, അവൻ ഇനി ആരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ആലിസ് മാഡത്തിന്റെ അപ്പനുണ്ടല്ലോ, അതായത് ഈ കമ്പനിയുടെ മുതലാളി, അങ്ങേരെ അവന്റെ പോക്കറ്റിലിരിക്കുന്നത്. ഇനി അവൻ ആരെ പേടിക്കണം? ഇത്രയും നാൾ ആലിസ് മാഡത്തിന്റെ അട്ടും തുപ്പും കേട്ടാ മതിയായിരുന്നു. ഇനിയിപ്പോ അവന്റെ അട്ടും തുപ്പും കേൾക്കേണ്ടി വരും. അതെ, അവന്റെ മാത്രല്ല, അവനോട് ആളായി കഴിയുമ്പോ അരിക്കുന്ന താടക ഉണ്ടല്ലോ, ഈ തള്ളിന് നമ്മുടെ മണ്ടയ്ക്ക് കയറാൻ വരും. അവനോടുള്ള ദേഷ്യം മൊത്തം നമ്മുടെ നെഞ്ചത്തോട് തീർക്കും. ഞാൻ റിസൈൻ ചെയ്യാൻ പോവാ. ഇനി ഇവിടെ നിൽക്കുന്ന ബുദ്ധിയല്ല. എടാ മണ്ട, നിനക്കോ എനിക്കോ ഇവൾക്കോ ഇവിടുന്ന് റിസൈൻ ചെയ്തു പോയാൽ എങ്ങും ജോലി ഇട്ടാൻ പോകുന്നില്ല. ആ താടക നമ്മൾ ഇവിടുന്ന് പോവാതിരിക്കാനും നമുക്ക് ജോലി ഇട്ടാതിരിക്കാനും എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ അവര് അല്ലെങ്കിൽ നമ്മൾ. മോർണിംഗ്. വേറെ ഒന്നുമില്ല, ഞാൻ പഞ്ച് ചെയ്തു. കുറച്ച് ദിവസം ലീവ് ആയിരുന്നില്ല, അപ്പൊ നിന്നെ ഒന്ന് കണ്ടിട്ട് ജോയിൻ ചെയ്യാൻ വരും. നിന്നെയോ? ഒന്ന് പോവാനില്ലേ? ആ പിള്ളേരെ മുമ്പിൽ വെച്ച് വേണമെങ്കിൽ ഞാൻ മാഡം എന്നൊക്കെ വിളിക്കാം. നമ്മൾ മാത്രമാണെങ്കിൽ ഞാൻ മാഡം കൂടെ ഒന്നും നിന്നെ വിളിക്കൂല. ഞാൻ നിന്റെ ബോസാണ്, നീ എന്റെ സബോർഡിനേറ്റും. അല്ലാതെ ഞാൻ നിന്റെ പഴയ പഴയ നാളെ വരും. എന്റെ പൊന്നാലീസേ, നിന്റെ ഈ ഐസാണ് പണ്ട് എന്നെ വീഴ്ത്തിക്കൊണ്ടിരുന്നത്. അതും ദേഷ്യം വരുമ്പോ എന്ത് പവറാണത്. എങ്ങനെയാണ് നീ ഇത്ര സുന്ദരിയായിട്ട് ഇപ്പോഴും ഇരിക്കുന്നത്? ഇവിടെ കിടന്ന് ബേളം വെച്ചാലേ പിള്ളേരിങ്ങനെ കയറി വരും. അവർ കാര്യം എന്തോണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും നിന്നെ ഞാൻ നീ എന്ന് വിളിച്ചെന്ന്. അപ്പൊ നിനക്കാണ് നാണക്കേട്. നാളെ തൊട്ട് അവര് നിന്നെ നീ എന്ന് വിളിക്കും. ഇനി നീ ഇത് നിന്റെ അപ്പനോട് പോയി പറഞ്ഞാൽ അങ്ങേര് വിശ്വസിക്കാൻ പോണില്ല. കാരണം അങ്ങേരിപ്പോ എന്റെ കുപ്പിയിലാണ്. ഇനി നീ എന്തോ ചെയ്യും? ഒന്നുമില്ല, ഞാൻ കുറച്ച് ദിവസം ലീവ് എടുത്തോണ്ടേ മാഡത്തിന് എൻ്റെ അടുത്തൊരു പരിഭവം. ഒന്ന് വഴി മാറും ചേട്ടൻ പോട്ടെ, ഒന്ന് വഴി മാറണേ ചേട്ടൻ പൊയ്ക്കോട്ടെ. ഇതൊക്കെയാണ് നിന്റെ സർപ്രൈസ്? അവൻ എന്റെ മുന്നിൽ ആളാവുന്നതാണ് നിന്റെ സർപ്രൈസ്? മാറിയിരിക്കും അങ്ങോട്ട്. ആ നാളെ നമ്മുടെ പുക കണ്ടിട്ട് അടങ്ങും. പിന്നെ എന്തോന്നു ചുമ്മാ ഇത് കരയണേ? ഇവിടെ കിടന്ന് കാര്യമായിട്ട് കാര്യമൊന്നുമില്ല. എന്ത് ചെയ്തിട്ടാണെങ്കിലും അവനോടൊന്ന് ഓടിച്ചേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പണിയോ എന്തായാലും ഉറപ്പാ. അവനെന്തോ കാര്യമായി തയ്യാറെടുപ്പ് എടുത്തിട്ടാ വരുന്നത്, അത് ഉറപ്പാ. വേറൊന്നുമല്ല, മാഡത്തിന്റെ പപ്പനെ അവൻ എന്തോ പറഞ്ഞ് ചാക്കിലാക്കിയിട്ടുണ്ട്. കാരണം ഈ കമ്പനിയുടെ അവസാന വാക്ക് പുള്ളിയാണല്ലോ. അപ്പൊ പണിയുമ്പം കാര്യമായിട്ട് തന്നെ പണിയണം, ഇല്ലെങ്കിൽ നമ്മൾ പെടും. മാഡത്തിന്റെ പപ്പ തന്നെ അവൻ ഇവിടെ നിന്ന് പുറത്താക്കണം. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ കളി മാറും. കിട്ടി കിട്ടി, പണി കിട്ടി. എന്താ ഇതേതാ മാസം? മാർച്ച്. എന്താ പ്രത്യേകത? എന്താ പ്രത്യേകത? ഫിനാൻഷ്യൽ ഇയർ അല്ലേ? ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ? കണക്കെടുപ്പാണല്ലോ. നമ്മളെല്ലാം കൂടി കണക്കെടുത്തൊരു ഫയലിലാക്കിയിട്ട് ഹെഡ് ഓഫീസ് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുന്നു. ആണല്ലോ, പക്ഷെ നമ്മൾ അത്ര എഫക്റ്റീവ് അല്ല. മോയന്തേ, ഇത് നമ്മൾ എഫക്റ്റീവ് ആണെന്ന് നമുക്കറിയാം. പക്ഷെ ഇത് മാഡം പറയണം. ആരോട്? അവനോട്. ഇതിന് നമ്മൾ ഹെഡ് ചെയ്യാൻ പറയും. ഇതിന് നമ്മൾ ഈ കണക്കൊക്കെ എടുത്ത് ഫയലാക്കിയിട്ട് അവൻ്റെ കയ്യിൽ കൊടുക്കുന്നു. എന്നിട്ട് അവൻ ഇതുകൊണ്ട് ഹെഡ് ഓഫീസിൽ കൊടുക്കുന്നു. അങ്ങനെ മാഡത്തിന്റെ പപ്പ അവനെ വീണ്ടും സ്നേഹിക്കുന്നു. നെഞ്ചു പോടാറുന്നു, അവന്റെ പൊട്ട ഐഡിയ. ഈ ഫയൽ അവിടെ എത്തിയിട്ടില്ലെങ്കിലോ? അതെ, അവൻ്റെ കയ്യിൽ നിന്നും ഫയൽസ് മിസ്സാവുന്നു. അതും സബ്മിറ്റ് ചെയ്യേണ്ട ദിവസം രാവിലെ അവൻ്റെ പണി തെറിക്കും, കൺഫേം.
സെറ്റ്. ഇതെന്തായാലും ഉറപ്പാ, പൊളിക്കും. പക്ഷേ ഫയൽ ആര് തൂക്കും? ഞാനൊരു അണ്ടർറേറ്റഡ് കള്ളനാ. എടാ കള്ള, അപ്പൊ നീയാണല്ലോ എന്റെ ലിബാം എടുത്തേ. ഒന്ന് വെച്ച് പൊടിയായിരുന്നു ഉടനെ ബാബ്. നീച്ച നേരത്തെ കണ്ടിട്ട് പണി തുടങ്ങാം. ട്രസ്റ്റ് മീ മാഡം, ഇത് വർക്കാവും. ഇതിലാവും വീഴും. ബാലിക്കുഴിയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിലാ കൊലകൊമ്പം വീണ തന്നെ. നിങ്ങൾ അവനെ ഇത്ര നിസ്സാരക്കാരനായി കാണരുത്. എനിക്ക് അവനെ നന്നായിട്ട് അറിയാം. പഠിച്ച പണി 18 ഒരയിലുണ്ട്. സോ ബി കെയർഫുൾ. അവൻ പഠിച്ചത് 18 ആണെങ്കിലേ ഞാൻ 72. മാഡം ധൈര്യമായിട്ട് കൂടെ നിന്ന് നിന്നാൽ മതി. ബാക്കി ഞങ്ങളെ അവൻ വരുമ്പോൾ മാക്സിമം ഞങ്ങളെ ഹ്യൂമിലേറ്റ് ചെയ്യണം, എന്നാലും ഇത് വർക്കാവുള്ളൂ. ഓക്കെ? നിന്നെയൊക്കെ ഒരു പണി ഏൽപ്പിച്ചിട്ട് എത്ര ദിവസമായി? ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. ചെയ്ത് തീർക്കാൻ കഴിവില്ലെങ്കിൽ പറഞ്ഞാൽ മതി. നന്നായിട്ട് പണി അറിയാവുന്ന ആരെങ്കിലും ഞാൻ വിളിച്ചിരുത്തിക്കോളാം. നാണുണ്ടോ ഇങ്ങനെ പണിയെടുക്കാതെ ശമ്പളം വാങ്ങി തിന്നാൻ? ജിജോ അറിയാലോ, ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് ആണ്. ഇതുവരെ സബ്മിറ്റ് ചെയ്യേണ്ട ഫയൽ ഒന്നും ചെയ്ത് തീർത്തിട്ടില്ല. നാളെ ഈവനിങ് സബ്മിറ്റ് ചെയ്യേണ്ടതാ. അതെ, ലേറ്റ് ആയി. സോ അതുകൊണ്ട് ഞാനൊരു കാര്യം ഡിസൈഡ് ചെയ്തു. ഇവരെ കൊണ്ട് ചെയ്താൽ തീരില്ല. ജിജോ ലീഡ് ചെയ്യണം. നാളെ ഫയൽ ജിജോ സബ്മിറ്റ് ചെയ്താൽ മതി. മാഡം ഫയൽ ഞങ്ങൾ ചെയ്തോളാം മാഡം. ഓ, ഇതന്നെയല്ലേ കഴിഞ്ഞ മാസം എന്നോട് പറഞ്ഞത്? അല്ല, അവര് സബ്മിറ്റ് ചെയ്യുമെങ്കിൽ അത് പോരെ. ഓ, പറയും പോലെ ഞാൻ പറഞ്ഞാൽ താൻ കേൾക്കില്ലല്ലോ. എന്നെ പപ്പ വിളിച്ച് പറയണായിരിക്കും. അലീസ്, അല്ല മാഡം, ഇത് സബ്മിറ്റ് ഞാൻ ചെയ്തോളാം. കാര്യം എന്നെ ഇവിടെ പോസ്റ്റ് ചെയ്തത് മാഡത്തിൻ്റെ അപ്പനാണെങ്കിലും എൻ്റെ ഇവിടുത്തെ ബോസ് മാഡമാണ്. അതുകൊണ്ട് ഞാൻ അവരെ ലീഡ് ചെയ്തോളാം. താങ്ക് യു. അപ്പൊ എങ്ങനെ ജിജോ, നമുക്കെന്നാ തുടങ്ങിയാലോ? ഫയൽ കുറേ ഉണ്ട്. നട്ടല് റബ്ബറാവും മോനെ. ജിജോക്ക് പേടിയുണ്ടോ? ഇപ്പൊ പോയില്ല ആലീസ്, അവളാണ് ഈ കമ്പനിയുടെ ബോസ്. അവളെ അപ്പൻ്റെ ആണ് ഈ കമ്പനി. അതെ, നീ ഇന്ന് രാവിലെ അടിച്ചില്ല ഈ ഒരു ഡയലോഗ്. അതിനർത്ഥം ഞങ്ങളുടെ അപ്പൻ്റെ അല്ലേ കമ്പനി, അതുകൊണ്ട് കൂടുതൽ ഡയലോഗ് അടിക്കാൻ വരണ്ടെന്നല്ലേ? അതെ, അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ആലീസ് പറഞ്ഞിട്ട് പോയത് എൻ്റെ അടുത്ത് നിങ്ങളെ ലീഡ് ചെയ്യണമെന്നാണ്. അതുകൊണ്ട് എൻ്റെ മെക്കിട്ടെങ്ങാനും കയറാൻ വന്ന കയറി മാഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ സമയം 3 മണി. നാളെ 2:59 എൻ്റെ ടേബിളിൽ ആ ഫയൽ സബ്മിറ്റ് ചെയ്തിരിക്കണം. അതുവരെ ഒറ്റ ഒരെണ്ണം ഈ ഓഫീസിൽ നിന്ന് പോകില്ല. ഇനി ഞാൻ പറയും, നീയൊക്കെ കേൾക്കും. കടിക്കണ പട്ടീനാണല്ലോ നമ്മൾ ലേലം ചെയ്ത് വാങ്ങിയിരിക്കുന്നത്.